ലൈനിട്ടേക്കണ സ്ഥലം കേട്ടോ. ആന ഇറങ്ങണമല്ലോ. നല്ല രസം, ഭംഗിയുള്ള കടവൊക്കെയാണ്. മീൻ മാത്രം ഉണ്ടോ നോക്കി. നടക്കാറുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. ഡാം അടുത്തായതുകൊണ്ട് ഇവിടെ വരും വെള്ളം കയറിയതാണ്. ഇങ്ങനെ കാര്യം പോയി. അപ്പോൾ എവിടെ വേണം നോക്കി, ഈ ലെവലിട്ടാ അത്രയും വെള്ളം ഇറങ്ങിപ്പോയി. ഒരാൾക്ക് മേലെ വെള്ളം ഇറങ്ങിപ്പോയി. ലൈൻ കിട്ടണമല്ലോ. ഇതിൽ കറണ്ട് പറഞ്ഞാൽ ഞാൻ കുറേ അടിച്ചാണ്ടിട്ടാ. തെറ്റില്ല, വലിയ തെറ്റില്ല. അത് വേണം. അത് തീരെ ചെറുതുമല്ല, അന്ന് ഒരുപാട് വലുതുമല്ല. പൊളി.
പായൽ പോലെ പിടിച്ച് പായൽ പോലെ പിടിച്ചിങ്ങനെ അതിൻ്റെ ഇടയിൽ കാല് ചിലപ്പോൾ പായൽ നല്ല പൊക്കത്തി കിടക്കണോ ഇത് അവിടെ പാലിൻ്റെ അടിയിലേക്ക് ചെല്ലി കാലിടയിൽ ജാമോ നോക്കിയാണ് ഡ്രാഗ് കൂട്ടിയിടാൻ മറന്നുപോയി. ഏത് നേരത്താണോ ഭൂത്താൻകെട്ട് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടേക്കണ എല്ലാവരും. ഭൂത്താൻകെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കെട്ടിതാണ്. അത് നിങ്ങൾ കണ്ടേണ്ടോ? നല്ല ഹൈറ്റുള്ള പാറയുണ്ടോ? ഭൂതം കെട്ടിയതാണെന്നാണ് ഭൂത്താൻകെട്ട്. ശരിക്കും പറഞ്ഞാൽ ഭൂത്താൻകെട്ട് എന്ന് പറഞ്ഞ ഭാഗം ശരിക്കും ഇതിനുദ്ദേശമാണ് അവർ പറയുന്നത്. നമ്മുടെ ഗൂഗിൾ മാപ്പിലാണെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഭൂത്താൻകെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്തോ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം. ഇതാണ് ശരിക്കുള്ളത്. ഹെവി പാറയുണ്ടോ രണ്ട് സൈഡ്. ഇത് പെരിയാർ പുഴേനെ ഇത്രയും ചെറുതാക്കി കൊണ്ടുപോകുന്ന സ്ഥലം എന്താണ് ഈ രണ്ട് പാറയുടെ നടക്കും. പക്ഷേ ഡാമിൻ്റെ തൊട്ടടുത്തല്ലേ. പിന്നെ ആ ഭൂത്താൻകെട്ട് ആ പാറയുമായിട്ട് വന്നോന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭൂതാൻകുളത്തിന് പോകുമ്പോൾ അപ്പുറമായിട്ട് കടന്നതിന് ശേഷം സെക്യൂരിറ്റീസ് ഉണ്ട്, അവിടെ പാസ് ഉണ്ടെന്ന് തോന്നുന്നു. കാടിൻ്റെ ഉള്ളിൽ കൂടെ നേരെ അങ്ങനെ വന്ന് ഇത് അവിടെ വരാൻ പറ്റും. ഫോറസ്റ്റ് സെക്യൂരിറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ വന്നിട്ട് നേരെ കൂടെ കയറാം. ഇഞ്ചിയില് നടന്ന് ഫ്രോഗ് അടിക്കേണ്ട കൊതിയായിട്ടുള്ള ഫൈബറിന് അഞ്ചിരട്ടേ. നല്ലൊരു ബ്രാലുണ്ടോ, നല്ല തെള്ളി ബ്രാല്. നമ്മുടെ ഫ്രോഗിൽ അവിടെ കുടുങ്ങിയേക്കുക. നീന്താൻ നല്ല ബൂട്ടിട്ട് കഴിഞ്ഞാൽ, പക്ഷേ ബൂട്ടിട്ടുണ്ടാണ് ഞാൻ ഇറങ്ങണേ വെള്ളത്തിൽ. അവിടെ കുടുങ്ങിയേക്കണേ. വെള്ളം തോറുണ്ടെന്നൊന്നും കാണാൻ പറ്റില്ല. ചെറുതായിട്ട് കാണാം. കുഴി എവിടെയാണെന്ന് കാണാൻ പറ്റില്ല. കുഴി എത്തിയാലും നീന്തൽ വേറൊന്നുമില്ല. ബൂട്ടിട്ടാണ് കാരണേ നീന്തലും നടക്കൂല. അപ്പോൾ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ നനയേണ്ട വരും.
ഇപ്പം അങ്ങോട്ട് നീങ്ങുന്നുണ്ടെങ്കിൽ നനയേണ്ട വരും, അല്ലാതെ ഒരു വഴി കാണല്ല. അത് അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ. ആരാ നനയും ആടാ. എത്തി. എന്തൊട്ട് ബ്രൈഡാന്ന് പറയണേ. നമ്മൾ ഈ ബ്രൈഡൊക്കെ ഉണ്ടല്ലോ, ബ്രൈഡൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എവിടെയെങ്കിലും കുറച്ച് ബാലൻസ് വേസ്റ്റായിട്ട് ഇങ്ങനെ വരാണെങ്കിൽ എന്തോരം ബ്രൈഡ് നോക്കി ഇങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ കണ്ടിച്ച് കളയാണെങ്കിൽ വെറുതെ പുഴയിലേക്ക് വെള്ളത്തിലേക്കൊന്നും ഇടരുത് കേട്ടോ. ഇങ്ങനെ ചുറ്റി കൂട്ടിയിട്ട് എന്തോരം ബ്രൈഡാണ് ഉള്ളത്. ഇത് 10-20 മിനിറ്റ് തീർന്നു. അപ്പോൾ നമ്മൾ ഈ സാധനമേ ഇതിങ്ങനെ കെട്ടിക്കൂട്ടി എവിടെയെങ്കിലും മാറ്റി വെച്ചില്ലെങ്കിൽ ബ്രൈഡാണ് കഴുത്തിൽ കുടുങ്ങിയത്, കണ്ടിച്ചു പോവും, മുറിയേയില്ല. വല്ല ആളുകൾ നീന്തലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ നേരത്തൊക്കെ ഇതൊക്കെ കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തവിട് പൊടിയ. ബ്രൈഡിൻ്റെ കാര്യം പ്രത്യേകിച്ചിട്ട് ചൂണ്ടവള്ളി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമുണ്ട്. ചൂണ്ടവള്ളിയും ഡേഞ്ചറാണ്, ബ്രൈഡ് എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു. അതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പരമാവധി കരയിലേക്ക് തന്നെ കൊണ്ടുപോകാം. എൻ്റെ പോകലൊക്കെ ഇട്ട് കരയിലേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിൻ്റെ ഇടയിൽ ജാമായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചേക്കാം, അതൊന്നും ഊരി പോകാത്ത രീതിയിൽ. അപ്പോൾ ഫ്രോഗ് നമ്മൾ കയ്യിലടിക്കുന്നുണ്ട്. ഓക്കെ, അടിച്ചതാ. അടിച്ചാൻ കേട്ടോ. വലിയ തെറ്റില്ലാത്ത ഒരാളല്ല ചേറ. ഞാനാണോ ആദ്യം നമുക്ക് അടിച്ച തെറ്റ് തന്നെ അടിച്ചേക്കണേ. വലിയ ഒരാളാ അത് വാഹയ. ഓ പടുകൂറ്റം ഒരാല്, എൻ്റെ ചെങ്ങായി നല്ല ഒരാല്, പൊളി ഒരാല്. അപ്പം ഇപ്പം നമ്മൾ ആ വെള്ളത്തിൽ പോയി അതൊക്കെ പൊക്കിക്കൊണ്ടും വന്നു കഴിഞ്ഞപ്പം ഫസ്റ്റത്തെ കാസ്റ്റിങ്ങിലാട്ടോ കിട്ടിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ മാറി ഫസ്റ്റത്തെ കാച്ചിങ് കിട്ടിയേക്കണേ. ഓക്കെ, ആനയുണ്ടോ ഇല്ലയെന്നൊക്കെ കണ്ടറിയണം. ഇവിടെ മുമ്പ് പുലി ഇറങ്ങിയതാ, കടുവ ഇറങ്ങിയതാണ്. ഇവിടെ ഷേർമീൻ ഉണ്ടോ നോക്കാനാ. അവിടെ കിടക്കണ മീനുണ്ടെന്നാ തോന്നണ, മീനുണ്ടെന്നാ തോന്നണ ആ സൈഡ്. ആ വാഹ അടിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കട്ടെ, ഇതിൽ വെച്ച് നോക്കട്ടെ. നല്ല അടിപൊളി ലൊക്കേഷൻ, നല്ല രസം, വൈബ്. അടിച്ചടാ വാഹ. എന്റെ പൊന്നടാ പാമ്പ്. നല്ല ചാൻസിലെ ഫോണാണ്. വീണ്ടും ടാസ്കുകളൊക്കെ താണ്ടി ഇവിടെ വന്നേക്കാണ്. വല്ലാത്ത എന്റെ മച്ചാനെ, ഇവൻ നമ്മളെ വിട്ടു പോവില്ല. ഇത് പോന്നുണ്ടായിരുന്നാ മാഷാ അല്ലാഹ്. ആനയുടെ ശല്യം കാരണേ ആന ചവിട്ടി പിടിച്ചോളും. അടി കൂടെ ലൈൻ വിട്ട് കഴിഞ്ഞാൽ ചവിട്ടി പിടിച്ചോളെന്ന് പറയാൻ മരം മറിച്ചിട്ടിട്ട് പൊട്ടിച്ചളയിലാണ്.
ഈ നിലത്ത് വല്ല കമ്പൊക്കെ ചവിട്ടി പിടിച്ച് ഓടിച്ചതിൻ്റെ ലൈൻ കട്ടായി കളയല അതിൻ്റെ ഉമാർ സുഖമായിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് പുതിയ പന്തൽ പോലിട്ടാണ് 6 മണി മുതൽ പവർ ഉണ്ടാവും.